അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ്. ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചില്ലി ഗോപി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ പകുതി വേവിച്ച് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് അതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടു. പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാതെ എരിവില്ലാത്ത മുളക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതിയേ. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടിയെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. കുറച്ച് ഉപ്പ്. വേണ്ട പുരട്ടിയിട്ട് ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് എണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇതിനകത്ത് പറ്റത്തില്ല. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലിനകത്ത് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തെടുക്കാം. കോളിഫ്ലവർ നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്തിരിക്കുന്നത് കേട്ടോ. പച്ചയ്ക്ക് ചേർക്കരുത്. നമ്മളൊന്ന് പകുതി വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഒരു പകുതി വേവായിട്ട് നമ്മൾ ഊറ്റി വെക്കണം. എന്നിട്ട് ആ വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മുളക് പൊടി, സോയാ സോസ്, പിന്നെന്തുവാ നമ്മുടെ കോൺഫ്ലവർ, മുട്ട അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ടാണ് ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കാൻ. കോളിഫ്ലവർ എല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇത് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വറുത്ത എണ്ണയില്ലേ, ആ എണ്ണ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. നമ്മൾ എണ്ണ കുറച്ച് മാറ്റി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സവോള, ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി എണ്ണ വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് പച്ചമുളക് വട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം. സ്ക്വയറായിട്ട് തന്നെ. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള നമ്മൾ ചെറുതാക്കി ചതുരത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇത് ചതുരത്തിൽ അരിഞ്ഞിട്ട് ഇതൊക്കെ അടത്തി ഇട്ടിരിക്കുന്നതാണ് നമ്മൾ. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി.
തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഇത് വഴറ്റിയെടുക്കണേ. നല്ല തീയിൽ വഴറ്റിയെടുത്താൽ നമ്മൾ വിചാരിക്കുന്നത് കിട്ടത്തുള്ളൂ. ചെറുതാക്കി ഇട്ടുന്ന നമ്മൾ അത് വെന്ത് ഇതായിപ്പോവും. നല്ല പോലെ തീയിൽ ജസ്റ്റ് വാട്ടിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കവും ചെറുതായി സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം വാടിപ്പോകാതെ ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ തീ കൂട്ടിയിടാൻ പറയുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എരിവില്ലാത്ത കാശ്മീരി മുളക് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമുക്ക് പോരാത്ത ഉപ്പ് ഇതിനകത്ത് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇത് കുറച്ചുകൂടി ഉപ്പിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഒരു പകുതി വേവായിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ള് വഴന്ന് വേണ്ട, പകുതി വഴന്നാൽ മതിയല്ലോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാതെ. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ വേവിൻ്റെ ആവശ്യമില്ല. കോളിഫ്ലവർക്ക് നമ്മൾ പകുതി വേവാക്കിയിട്ടാണല്ലോ നമ്മളിത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വെന്തിരിക്കുന്നതില്ല. നമുക്ക് ഇന്നത്തേക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കാം. മുളക് പൊടി വേണ്ടവർക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാതെ. ഞാൻ അധികം മുളക് എരിവ് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര മതി മുളക് പൊടി. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സോയാ സോസില്ലേ, അത് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ.
കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവേ. ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇച്ചിരി ചില്ലി സോസും. ഓക്കെ, മതി. നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ബിരിയാണി അരി വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വാടിയെടുത്താൽ മതി. നമുക്ക് ക്യാപ്സിക്കം അല്ല, ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് അത് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം പെട്ടെന്ന് വേവാകും. ഇതിനകത്ത് അരിയാതെ ഒരു കഷ്ണം കിടന്നു. നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് കുറച്ച് മസാല ഇടണമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇടണ്ടായിരുന്നു, മറന്നുപോയി. ഇതിനകത്ത് ഇച്ചിരി കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇതെല്ലാം ഇച്ചിരി ചെറിയത് നമ്മൾ ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായതാണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള സർവ്വസുഗന്ധി, അതിൻ്റെ ഇലയും കൂടെ നമ്മൾ ഇതാണ് നമ്മുടെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ, നമ്മുടെ മേശ ചേച്ചിയുടെ വീട്ടിലെ സർവ്വസുഗന്ധിയാണ്. ഇനി ഇത് ഒരുമാതിരി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുക്കാം. നീളത്തിൽ തന്നെ അരിഞ്ഞിരിക്കുന്നത്. അത് വാടിയാട്ടെ. നമ്മൾ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കിസ്മിസ് ചേർക്കുകയാണ്. കിസ്മിസ് നമ്മളധികം ഇതായി വരണ്ട, അതൊന്ന് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയേ. പിന്നെ ഒരു 5 കുറച്ച് കശുവണ്ടി ഇട്ടാൽ മതി. നമ്മൾ ഇത് കശുവണ്ടി അരച്ച് ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ കശുവണ്ടി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കശുവണ്ടി നമ്മൾ അരച്ച് ഇവിടെ ഒരു 10-15 കശുവണ്ടി ഉണ്ട്. അത് നമ്മൾ മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും ഇതിനകത്ത്. ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാതെ എല്ലാം ആവശ്യത്തിന് ഇതായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ ഇതിനകത്ത് പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാതെ ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ വശത്തും ഈ പച്ചക്കറികളും നമ്മുടെ കശുവണ്ടി അരച്ചതും എല്ലാം ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഇതിനകത്ത് വന്നു. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചോറിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുപ്പിച്ചാൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം കൂടെ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ടേസ്റ്റാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ നോയമ്പിൻ്റെ സമയത്തൊക്കെ ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കാത്തവർക്ക് പറ്റിയൊരു ഡിഷാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.